Welcome to NRI World. പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയുടെ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കും. ഇസ്രായേൽ, ഇറാൻ, ലബനൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി പ്രതിസന്ധിയിൽ. ഇസ്രായേൽ, ലബനൻ, ഇറാൻ എന്നീ മൂന്ന് രാജ്യങ്ങൾ നേരിട്ടുൾപ്പെടുന്ന പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർ ഉത്കണ്ഠയിലാണ്. ഷിപ്പിംഗ് ചെലവുകൾ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, വർദ്ധിച്ച എണ്ണവില എന്നിവ ആശങ്ക ഉയർത്തുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവുമായ യുഎസിലെ ഈസ്റ്റ് ഗൾഫ് കോസ്റ്റ് തുറമുഖങ്ങളിലെ തൊഴിലാളികളുടെ പണിമുടക്ക് ഈ വെല്ലുവിളികളെ വീണ്ടും സങ്കീർണമാക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം നേരിട്ട് ബാധിച്ച രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം കാര്യമായ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി 63.5% കുത്തനെ കുറഞ്ഞു. സ്പിൽ ഓവർ ഇഫക്റ്റുകൾ കാരണം ജോർദാനിലേക്കുള്ള കയറ്റുമതിയിൽ 38.5% ഇടിവ് രേഖപ്പെടുത്തി. ലെബനനിലേക്കുള്ള കയറ്റുമതി 6.8% കുറവുണ്ടായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023 ഒക്ടോബറിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ ലെബനിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചു. ജോർദാനിലും ഇറാനിലും യുദ്ധത്തിന്റെ സ്വാധീനം പ്രകടമാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെയും വ്യാപാര ഇടപാടുകളെ യുദ്ധം പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്യൂയസ് കനാൽ, ചെങ്കടൽ ഉൾപ്പെടെയുള്ള പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളിലെ തടസ്സങ്ങൾ മൂലം കപ്പലുകൾ ആഫ്രിക്കയ്ക്ക് ചുറ്റും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ നിർബന്ധിതമായി. ഇത് ഷിപ്പിംഗ് ചെലവിൽ 15 മുതൽ 20% വരെ വർധന വരുത്തി. അസംസ്കൃത എണ്ണയുടെയും പെട്രോളിന്റെയും ഇറക്കുമതി 2024 ഓഗസ്റ്റിൽ 32.38% കുറഞ്ഞു. UAEയുടെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ശക്തമായ വളർച്ച. ആഗോള പ്രോപ്പർട്ടി കൺസൾട്ടൻസി നൈറ്റ് ഫ്രാങ്കിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് പരാമർശം. 2030 26,832 പുതിയ ഹോട്ടൽ മുറികൾ കൂടി പൂർത്തിയാകും. ഈ വർഷം ഹോട്ടൽ മുറികളുടെ എണ്ണത്തിൽ 12.7% വർധനയുണ്ടാകും. നിലവിൽ 2,38,412 ഹോട്ടൽ മുറികളാണ് UAEയിലുള്ളത്. 2030 4 കോടി വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യാനുള്ള സർക്കാർ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ഉണർവ് കൊണ്ട് സാധിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. പുതിയ ഹോട്ടൽ മുറികളിൽ 2/3 ഭാഗവും, അതായത് 17,750 ഹോട്ടൽ മുറികളും ദുബൈയിലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 UAEയുടെ GDPയുടെ 11.7%, അതായത് $59,080 കോടി ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിന്നാണ്. മുൻ വർഷങ്ങളെക്കാൾ 26% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. അടുത്ത 10 വർഷത്തിനകം $12,300 കോടി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ UAEയിലെ ശരാശരി ഹോട്ടൽ താമസ നിരക്ക് 76%. ഇത് 2023 കാലയളവിനെ അപേക്ഷിച്ച് 7.4% കൂടുതലാണ്. ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയാണ് UAE സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ പ്രധാനം. കഴിഞ്ഞ വർഷം രാജ്യവ്യാപകമായി 8,90,000 തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിലൂടെ ഉണ്ടായത്. 2022 5.3% വർധന. രാജ്യത്തെ 9 പ്രധാന തൊഴിലുകളിൽ മുൻപന്തിയിലാണ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി എന്നും നൈറ്റ് ഫ്രാങ്ക് ഗവേഷണ മേധാവി ഫൈസൽ ദുറാനി പറയുന്നു. ന്യൂസിലൻഡ് സർക്കാർ വിസ ഫീസ് 60% വർദ്ധിപ്പിച്ചു. ജോലി, സന്ദർശന, പഠന വിസകൾക്കായി അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇനി മുതൽ ഉയർന്ന നിരക്കുകൾ നൽകേണ്ടി വരും. നികുതിദായകരിൽ നിന്ന് വിസ അപേക്ഷകരിലേക്ക് സാമ്പത്തിക ബാധ്യത മാറ്റി കൂടുതൽ സുസ്ഥിരമായ ഇമിഗ്രേഷൻ സംവിധാനം സൃഷ്ടിക്കുന്നതിനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് ഇമിഗ്രേഷൻ മന്ത്രി എറിക്ക സ്റ്റാൻഫോർഡ് പറഞ്ഞു. ഈ നീക്കം അടുത്ത 4 വർഷത്തിനുള്ളിൽ പൊതുധനസഹായത്തിന്റെ ആവശ്യകത $563 മില്യൺ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. വർദ്ധിപ്പിച്ച ഫീസ് വിസകൾക്കുള്ള പ്രോസസ്സിംഗ് ചെലവുകൾ ഉൾക്കൊള്ളുകയും ഉയർന്ന അപകട സാധ്യതയുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്ന് സ്റ്റാൻഫോർഡിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു. ന്യൂസിലൻഡിലെ വിദ്യാർത്ഥി വിസ ഫീസ് $300 നിന്ന് $485 വർദ്ധിപ്പിച്ചു.
ന്യൂസിലൻഡിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ 17% ഇന്ത്യക്കാരാണ്. ഈ മാറ്റം നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന് എഡ്യൂക്കേഷൻ ന്യൂസിലൻഡ് പറയുന്നു. അതേസമയം സന്ദർശക വിസ ഫീസ് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾക്ക് $190 നിന്ന് $300 ഉയർത്തി. എമിറേറ്റിന്റെ ചരിത്ര കാഴ്ചകളുമായി ഷാർജയിൽ മൊബൈൽ മ്യൂസിയം. വിദ്യാർത്ഥികൾക്ക് സാംസ്കാരിക അറിവ് നൽകാനാണ് മ്യൂസിയംസ് ഓൺ ദ റോഡ് പദ്ധതിയുടെ ഭാഗമായി 2019 മ്യൂസിയംസ് എക്സ്പ്രസ് പുറത്തിറക്കിയത്. 7000 വർഷം പഴക്കമുള്ള പവിഴമാല, അപൂർവ കയ്യെഴുത്തുപ്രതികൾ, നാണയങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ കൗതുക കാഴ്ചകളാണ് മൊബൈൽ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ചരിത്രബോധം വളർത്താനാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് മ്യൂസിയം അതോറിറ്റിയുടെ ഡയറക്ടർ ജനറലായ ഐഷ റാഷിദ് ദീമാസ് പറയുന്നത്. കൽബയിലും ഷാർജയിലുമുള്ള വിവിധ സ്കൂളുകൾ, താമസ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് മ്യൂസിയം സഞ്ചരിക്കുക. ഈ മാസം നടക്കുന്ന ഒമാൻ നാഷണൽ എക്സിബിഷനിൽ പങ്കെടുക്കുമെന്ന് ഷാർജ മ്യൂസിയം അതോറിറ്റി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 15 ലക്ഷം പേരാണ് മ്യൂസിയം സന്ദർശിച്ചത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ വർധനയുണ്ട്. വിദ്യാർത്ഥികൾക്കായി അതോറിറ്റി 3000-ലേറെ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. കാനഡയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വീണ്ടും തിരിച്ചടി. പങ്കാളികൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റുകളിൽ കുറവുണ്ടായേക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ 1 ലക്ഷത്തിൽ കൂടുതൽ സ്പൗസ് വർക്ക് പെർമിറ്റുകളാണ് കാനഡ കുറയ്ക്കുന്നത്. തെരഞ്ഞെടുത്ത പ്രൊഫഷണൽ പ്രോഗ്രാമുകൾ, ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ എന്നിവ ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് യോഗ്യതയിൽ കൂടുതൽ പരിധികൾ ഏർപ്പെടുത്തുമെന്നാണ് കനേഡിയൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. കനേഡിയൻ നിയുക്ത പഠന സ്ഥാപനങ്ങളിലെ പ്രത്യേക മാസ്റ്റർ അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റുകൾ ലഭ്യമാകും. ഇത് ഈ വർഷം ആദ്യം കാനഡ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ പുതിയ മാറ്റങ്ങൾ. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. തിങ്കളാഴ്ച മുതലാണ് മാറ്റം. IBS ഗ്ലോബലിന്റെ ഓഫീസാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത്. ദിവസേന ശരാശരി 250 അറ്റസ്റ്റേഷൻ നടക്കും. രോഗികൾ, വയോധികർ എന്നിവർക്ക് വീട്ടിലെത്തി സേവനം നൽകുന്നുണ്ട്. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് 40-ലധികം രാജ്യങ്ങളിൽ വാഹനം ഓടിക്കാം. സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് മാത്രമാണ് UAE ലൈസൻസിന് അനുമതി. വാഹനം ഓടിക്കാവുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് UAE ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മർക്കൂസ് എന്ന പോർട്ടലിൽ നൽകിയിട്ടുണ്ട്. GCC രാജ്യങ്ങൾ ചൈന, ഓസ്ട്രേലിയ, ഗ്രീസ്, ജപ്പാൻ, ജർമ്മനി, സ്വീഡൻ, ഇറ്റലി, സ്പെയിൻ, UK, പോളണ്ട്, ഇസ്രയേൽ തുടങ്ങി 40-ലധികം രാജ്യങ്ങളിൽ UAE ലൈസൻസ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാം. ഒമാനിൽ ചികിത്സാ പിഴവ് പരാതിപ്പെടാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ സംവിധാനം. ഫീസ് 25 റിയാൽ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കോടതിയോ മെഡിക്കൽ സുപ്രീം കമ്മിറ്റിയോ പിഴവ് കണ്ടെത്തിയാൽ അടച്ച തുക തിരികെ ലഭിക്കും. ദേശീയ തലത്തിൽ ഒമാൻ സ്പെഷ്യലൈസ്ഡ് കമ്മിറ്റിയും ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ആശുപത്രികളിലും ഇത്തരം കമ്മിറ്റികളുണ്ട്. സ്വപ്നം പോലൊരു ഗ്രാമം, വാഹനങ്ങൾ ഓടാത്ത നാട്ടുവഴികൾ, തോണികളിലൂടെ മാത്രം യാത്ര, തോടുകൾക്ക് ചുറ്റും പുൽമൈതാനങ്ങൾ, പൂന്തോട്ടങ്ങൾ. ചിത്രകഥയല്ല, അങ്ങനെ ഒരു ഗ്രാമമുണ്ട്.
ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭക്ഷണം ഏതാണ്? അത് യൂറോപ്യൻ ആണോ അതോ ഏഷ്യൻ ആണോ? അരിയോ ഗോതമ്പോ കൊണ്ടോ ഉണ്ടാക്കിയതാണോ? ഇതോടെ NRI വേൾഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.